السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഇങ്ങോട്ട് പോരുമ്പോൾ മസ്ജിദിൽ രാത്രി കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അവർ മുഹീദ്ദീൻ ഷേഖ് റഹിമഹുള്ളയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുകയാണ്. അള്ളാഹുവെ കാത്തുരക്ഷിക്കണം. കൊട്ടപ്പുറം സംവാദം പങ്കെടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കയ്യൊന്നിച്ചേ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിനുശേഷം വന്നവരാണ്. 1983 ഫെബ്രുവരി 1 മുതൽ 3 വരെ എത്ര കൊല്ലായി? 42 കൊല്ലം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന, കഅബ ഖിബലയായി അംഗീകരിക്കുന്ന ഉസ്താദുമാർ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു. ഇന്ന് ഉസ്താദുമാർ പറയണത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഇസ്തിഗാസ ചെയ്യുന്നേ ഉള്ളൂ. മുഹീദ്ദീൻ ഷേഖയെ കാക്കണേ പ്രാർത്ഥനയാണ്, മുഹീദ്ദീൻ ഷേഖയെ കാക്കണേ അത് ഇസ്തിഗാസയാണ്, പ്രാർത്ഥനയല്ല. സംഗതി ഒന്ന് തന്നെയാണ്. അപ്പോൾ 1000 വട്ടമാണ് ഒമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി, ഒറ്റക്ക് 1000 വട്ടം. അജബ്തുഹു മുസ്രിഅ, ഉടനെ ഉത്തരം നൽകും. മിൻ അജലി ദഅവതിഹി, അവളുടെ ദുആ കാരണം. ഫൽയദഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി, അങ്ങനെ വിളിച്ചോളി എന്നാണ് ഇബ്ലീസ് എന്ന ഖോജ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഊനി ഗാഫിർ 60-ാമത്തെ ആയത്തിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു. ബഖറ 186. ഉദ്ഊ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിക്കിൻ. അഅറാഫ് 55, 56. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ജിന്ന് 18, 20. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ റബ്ബിനോടേ ദുആരക്കുള്ളൂ. ഇത്ര വാശിയോടുകൂടി ആണ് സത്യവിശ്വാസി പറയേണ്ടത്. എന്നിട്ട് നമ്മുടെ സമൂഹം എവിടെയെത്തി? കൊട്ടപ്പുറം സംവാദത്തിൽ ഇസ്ലാമിൻ്റെ പ്രഭാഷകൻ CP ഹഫിളഹുള്ള, അല്ലാഹു അക്ബർ, ബുഖാരിയിലെ 7236-ാമത്തെ ഹദീസിൽ പറഞ്ഞ അഹ്സാബ് യുദ്ധം നടക്കുമ്പോഴുള്ള സത്യവിശ്വാസികളുടെ പ്രാർത്ഥന കിടങ്ങു കുഴിക്കുകയാണ്, പെരും പട്ടിണിയാണ്. 2 കല്ലിൻ്റെ ചീള് വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓരോ കല്ലിൻ്റെ ചീള് വെച്ചിട്ടാണ് മറ്റു സഹാബിമാർ. എന്നാൽ മധുരമായി, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ അവർ പ്രാർത്ഥിക്കുകയാണ്. മുറിവുണ്ടാകും, മരിക്കും, എല്ലാം സംഭവിക്കും, എന്നാലും അവർ സന്തുഷ്ടരാണ്. അതാണ് തൗഹീദിൻ്റെ സന്തോഷം. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ. ഇതാ അല്ലാഹുവേ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാവൂല, നിസ്കരിക്കൂല, നോമ്പ് നോൽക്കൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം ഇറക്കിത്തരണേ. ഇതാ ശത്രുക്കൾ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്. അബൈന അബൈന എന്ന ആ പ്രാർത്ഥന, അതാണ് നമ്മുടെ പക്ഷത്ത് നിന്ന് കൊട്ടപ്പുറത്ത് നിർവഹിച്ചത്.
അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ ഇബ്ലീസ് പറഞ്ഞയച്ച ഉസ്താദുമാർ അന്ന് ഉസ്താദ് പാടിയത് യ സയ്യിദി സനദി മുഹ്യിദ്ദീൻ ശൈഖിനോടാണ്. ഗൗസി എൻ്റെ സഹായമേ, വയാ മദദി എൻ്റെ സഹായമേ, കുല്ലി ലഹീറൻ അലാ അഅദാഇ മിൻ മദദി, ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണേ. അല്ലാഹു അക്ബർ. വസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു, അങ്ങ് പ്രവേശിച്ച മാർഗത്തിലേക്ക് എൻ്റെ ഹൃദയത്തിന് കാഴ്ച നൽകണേ. നഊദു ബില്ലാഹ്. അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു, ആ സിറാത്തുൽ മുസ്തഖീം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫഅൻത മാലികുഹു, അങ്ങാണ് അതിൻ്റെ ഉടമ. വനജ്ജിനി മിൻ ലളാഫിഹാ മഹാലികുഹു, നരകത്തിൽ നിന്ന് മുഹ്യിദ്ദീൻ ശൈഖ് ഞങ്ങളെ കാക്കണേ. സുൽത്താന കുല്ലി വലിയിൻ മുഹ്യിദ്ദീൻ. എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചത്? നജ്ജിനാ മിനന്നാർ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ അല്ലേ? യാ മുജീറു യാ സഈ മിനസ് സഈരി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ ഇസ്തിഗാസ ചെയ്യുന്ന ഉസ്താദുമാർ. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, വലാ തഖൂമു സ്സാഅതു, അന്ത്യനാൾ ഉണ്ടാവൂല ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ സമുദായത്തിലെ ചില ആൾക്കാർ ശിർക്ക് ചെയ്യുന്നവരുമായി ചേരും, ബിംബങ്ങളെ വരെ പൂജിക്കും. അബൂദാവൂദ് 4252. ഷെയ്ഖ് മുഹീദ്ദീൻ റഹിമഹുല്ലാഹ് സത്യവിശ്വാസിയായ ഒരു മുജാഹിദ് പണ്ഡിതനാണ്. ഹിജ്റ 470 ജനിച്ച് 561 മരിച്ച, അതിനുശേഷം 466 കൊല്ലം കഴിഞ്ഞിട്ട് ഹിജ്റ 1027 കോഴിക്കോട്ട് ഖാലി മുഹമ്മദ് വരുന്നത്. അയാളാണ് ഈ ശിർക്കിൻ്റെ വരികൾ മുഹീദ്ദീൻ മാല ഉണ്ടാക്കിയത്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തിരം ചെയ്യും ഞാൻ എന്നോവർ. അത് ബഹിജ കിതാബിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതിയിരുന്നതാണ്. അറബി ഭാഷയിൽ ശിർക്കിൻ്റെ പിശാചുക്കൾ എഴുതി വെച്ചത് നമ്മുടെ ആൾക്കാർ മലയാളത്തിലാക്കി. അതോടുകൂടി കേരളത്തിലെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരുപാട് ആൾക്കാർ ശിർക്ക് ചെയ്തു. ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റിയ സമയമാണോ നമുക്ക്? ഇന്നും ജീലാനി ദിനം ഒക്ടോബർ മാസത്തിൽ, ഇപ്പം നവംബറിലേക്കും കടന്നിരിക്കുകയാണ്. ഇബ്ലീസിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തിനാണ് മസ്ജിദ് ഉണ്ടാക്കിയത്? എന്തിനാ മസ്ജിദ് ഉണ്ടാക്കാൻ പറഞ്ഞത്? വമസാജിദു യുദ്കറ ഫീഹ ഇസ്മുഹു, അവിടെ അവൻ്റെ നാമം സ്മരിക്കാൻ. ഫീ ബുയൂത്തിൻ, മസ്ജിദുകൾ, സൂറത്ത് നൂർ 35-36. അതിനല്ലാഹു അൻ തുർഫഅ, അത് പണിയണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. വയുദ്കറ ഫീഹ ഇസ്മുഹു, അവൻ്റെ നാമം ഉച്ചരിക്കാൻ. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ, രാപ്പകലുകളിൽ അവൻ്റെ നാമം സ്മരിക്കാൻ. എന്നിട്ടാണ് 1000 വട്ടം മുഹീദ്ദീൻ ശൈഖിനെ ഒറ്റക്ക് എന്ന് പറഞ്ഞു. അപ്പം എന്താ ഉസ്താദ് അതിനെയും വ്യാഖ്യാനിക്കുന്നത്? ഒറ്റക്കാകാൻ എന്താ മാർഗം? ലേറ്റാണ് കെടുത്തുക. നോക്കി നിങ്ങൾ, കള്ളത്തരത്തിൽ പിന്നെ കള്ളത്തരം, കള്ളത്തരത്തിൽ പിന്നെ ഒരു കള്ളത്തരം. സ്ത്രീധനം കൊടുക്കൽ തെറ്റാണ്. പിന്നെ സ്ത്രീധനല്ല കൊടുത്തതെന്ന് പറയുന്ന നമ്മളെ മാതിരി അല്ലേ? നമ്മൾ പോക്കറ്റ് മണി കൊടുത്തതാണ്. തലാക്ക് ചെല്ലുമ്പോൾ ആ കാര്യം മനസ്സിലാകുക. അതിന് വേണ്ടാന്ന് പറയും. അപ്പോൾ മനസ്സിലാകുന്നത് അത് പോക്കറ്റ് മണി കൊടുത്താലല്ല, അത് ഹറാമായ സ്ത്രീധന നരകത്ത് പോകാൻ കൊടുത്ത തന്നെയാണ്. അങ്ങനെയുള്ള കള്ള മുജാഹിദുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ഉഷാറാക്കണം. ഇത് ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കണം,
ഞായറാഴ്ചയല്ലേ സ്ത്രീധനൊക്കെ എങ്ങനെയാ എന്ന് ചോദിക്കണം. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാൽ ശരി ഞാനില്ല എന്ന് പറയണം. മാനാഭിമാനമുള്ളവർക്ക് പട്ടിണിയും കിടക്കുക, കഞ്ഞിയും കുടിക്കുക, ബിരിയാണി തന്നെ വേണമെന്നില്ല. പെണ്ണിൻ്റെ കണ്ണുനീരിൽ കുളിച്ച, പെണ്ണിൻ്റെ വാപ്പാൻ്റെ വിയർപ്പിൽ കുളിച്ച ആ ബിരിയാണിയെ വേണ്ട നമുക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കള്ളത്തരം. അള്ളാഹു അക്ബർ. എൻ്റെ കൊടിൻ കീഴിൽ എല്ലാ വലിയകളും, എല്ലാ ഔലിയാവും ഇദ്ദേഹത്തിൻ്റെ കൊടിൻ്റെ കീഴിലാണ്. അള്ളാഹുവിൻ്റെ ഔലിയ ആണ്. ഇതൊന്നും മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞതല്ല എന്ന് നമുക്കറിയാം. മൊഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ മുജാഹിദാണ്, മുവഹിദാണ്, സലഫി പണ്ഡിതനാണ്. അപ്പോൾ യാ ഗൗസൽ അഅ്ളം എന്ന് അള്ളാഹ് വിളിച്ചോവർ. അള്ളാനെ വിളിക്കാൻ വന്ന മൊഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ ആ മൊഹീദ്ദീൻ ശൈഖിനെ അള്ളാഹ് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന്. ഇപ്പോൾ അള്ളാഹു ആ വലിയ പ്രകാശത്തിൻ്റെ കടലിൽ വീണു എന്നൊക്കെ ഒരു കഥയുണ്ട്. അപ്പം നിലയില്ലാ കടലിൽ വീണപ്പോൾ അള്ളാഹ് വിളിച്ചു യാ ഗൗസൽ അഅ്ളം. നഊദു ബില്ലാ. ആകാശം പൊട്ടിപ്പിളർന്നില്ല, ഈ പ്രപഞ്ചം കുലുങ്ങിയില്ല. ഇങ്ങനെയുള്ള വരികളാണ് ഉസ്താദുമാർ മസ്ജിദിൽ നിന്നും അല്ലാത്തടത്തുനിന്നുമൊക്കെ പാടുന്നത്. കുഫിൻ്റെ അകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. അള്ളാഹു എന്താ പറഞ്ഞത്? ബഖറ 119 മുതൽ 12 സ്ഥലത്ത് ബിദാത്തി സുദൂർ ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ. ദാത്തു സുദൂറിൽ ഉള്ളത് അറിയുന്നത് അള്ളാഹുവാണ്. വമാ തുഫി സുദൂർ, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതും അള്ളാഹുവാണ്. ചത്ത ജഗത്തിന് ജീവനടിച്ചോവർ. കോഴിൻ്റെ മുള്ളോട് കൂകന്ന് ചൊന്നാറെ കൂസാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ. കോഴിൻ്റെ മുള്ള് എങ്ങനെയുണ്ട്? കോഴിൻ്റെ മുള്ളേ. അപ്പോൾ മലയാളമല്ല ശരിക്കുള്ളേ, കൊസിൻ്റെ എന്നൊക്കെ ഉണ്ടാവും, കുഫി എന്നൊക്കെ ഉണ്ടാവും, പഴയ മലയാളമാണ് അല്ലേ. അള്ളാഹു എന്താ പറഞ്ഞത്? അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ മൊഹീദ്ദീൻ ശൈഖ് ഈസാ നബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു മരിച്ചവരെ ജീവിപ്പിക്കാൻ. ആൽ ഇമ്രാൻ 49-ാമത്തെ ആയത്ത് വഹീൽ മൗത ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അത് മുഅ്ജിസത്താണ്, എല്ലാവർക്കും അറിയാം. ലാസറിൻ്റെ കല്ലറക്കരികിൽ ചെന്ന് ലാസർ എഴുന്നേൽക്കെന്ന് പറഞ്ഞപ്പോൾ ലാസർ എഴുന്നേറ്റ് വന്നു, കബർ പൊട്ടിപ്പിളർന്നിട്ട് എന്നാണ് ബൈബിളും പറഞ്ഞത്. അസ്റാറു ത്വാലിബീനിൽ പറയുന്നത് ക്രിസ്ത്യാനിയും ശൈഖും തമ്മിലുള്ള സംവാദത്തിൽ, ശരി ഞാനും മരിച്ചവരെ ജീവിപ്പിക്കാൻ, ഞാൻ റസൂലൊന്നുമല്ല, ഈസാ നബിൻ്റെ അനുയായിയാണ്, ഞാൻ തന്നെ ചെയ്തു തരാം, പിന്നെ നിങ്ങൾ എന്നിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്ന് പറയുന്നു. എന്താണ് നിങ്ങളാൾ പറഞ്ഞത്? അള്ളാൻ്റെ കൽപ്പന പ്രകാരം എഴുന്നേൽക്കുന്നതാണ്. എന്നാൽ ഞാൻ കൊമ്പി ഇതിനി കബറവിടെ കാണിച്ചു കൊടുത്തു, ഒരു കബർ അവിടെ ചെന്നിട്ട് ബീദിനി എൻ്റെ കൽപ്പന പ്രകാരം എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു എന്നും കബർ പൊട്ടിപ്പിളർന്ന ആ മനുഷ്യൻ എഴുന്നേറ്റു എന്നാണ് കള്ളക്കഥ. എന്തിന് അള്ളാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിയാൻ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണ്? അള്ളാഹു പഠിപ്പിച്ചത് എന്താണ്? ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനകളും റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നാണ്. ഹദീസിലെ മുഴുവൻ ഇസ്തിഗാസകളും റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്ന്. സമസ്താലയം പ്രസിദ്ധീകരിച്ച ദിനരാത്ര സ്മരണകൾ എന്ന പുസ്തകത്തിൽ 26 പേജുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നു സഹീഹായ പ്രാർത്ഥനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എല്ലാം അള്ളാഹുവോട് എന്നാണ്. യഥാർത്ഥത്തിൽ മൊഹീദ്ദീൻ ശൈഖിൻ്റെ ഫുതൂഹുൽ ഗൈബിലും ഫതഹുർ റബ്ബാനിയിലും ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫലാ തസ്ഖുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി അഹദം മിൻ ഖൽഖിക, ഒരാളോടും നീ പ്രശ്ന സങ്കീർണമായ സമയത്ത് നീ ആവലാതിപ്പെടരുത്.
ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. യാക്കൂബ് നബി പറഞ്ഞില്ല, അള്ളാഹുവിലേക്കാണ്. ഫദാക ഇസ്റാഖും മിൻക, അത് നീ ചെയ്യുന്ന ശിർക്കാണ് എന്ന് പറഞ്ഞ മുജാഹിദാണ് മുഹിദ്ദീൻ ശിഹ് റഹിമഹുല്ലാഹ്. അല്ലാഹു ഫഅലൈക ബിൽ ഇസ്തിഗാസത്തി ഇലൈഹി അസ്സ വജല്ല, നീ ഇസ്തിഗാസ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്കാണ്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? കം മിൻ ഇലാഹിൻ ഫീ ഖൽബിക്, നിന്റെ മനസ്സിൽ എത്ര ദൈവങ്ങളാണോ. വലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്കുണ്ടായിരിക്കെ മനസ്സുകൊണ്ട് നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ജനങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിരന്തരമായി നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം. അള്ളാഹുവിനെ അല്ലേ വിളിച്ച് പ്രാർത്ഥിച്ചത് നബിമാരും സഹാബിമാരും എല്ലാം? മുഹ്യിദ്ദീൻ ശൈഖ് ആരോടാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു ജിന്നിനോടോ ഒരു മലക്കിനോടോ ഇല്ല. ശിർക്കിൻ്റെ കൂടാരമാണ് അള്ളാഹുവല്ലാത്തവർക്കുള്ള ഇസ്തിഗാസ. ഉഷാറാക്കണം. ഇതറിയാത്ത ഒരാളും നമ്മുടെ കുടുംബത്തിലുണ്ടാകരുത്, നാട്ടിലുണ്ടാകരുത്, ഈ ദുനിയാവിലുണ്ടാകരുത്. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ, അള്ളാഹുവേ ഹിദായത്തിലാക്കണേ. നാളെ തിങ്കളാഴ്ചയാണ്. ഇന്ന് രാത്രി അത്താഴം കഴിച്ച് നോമ്പെടുക്കുക. നബി സ്വസം ജനിച്ച നബിയായ ഖുർആൻ കിട്ടിയ, അല്ലാഹു അക്ബർ, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന, മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന, ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ആ തിങ്കളാഴ്ച അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. കേരളത്തിലെ ഒരു മസ്ജിദിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ആ ഇരിക്കുന്ന ആൾ എന്നോട് മിണ്ടിയിട്ട് കുറേ കാലമായി. അതൊന്നും മാറണം വേണ്ടേ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇന്നാളോട് മിണ്ടണില്ല, ഇന്നാളും മിണ്ടണില്ല, ഒന്ന് അങ്ങോട്ട് എന്ന് സലാം പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ അമലുകളൊക്കെ അവിടെ കിടക്കുകയാണ്. മുസ്ലിമിലെ 2565 ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ ഹിദായത്ത് നൽകണം. ഞങ്ങളുടെ നാവിലൂടെ റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നീ പ്രാർത്ഥനകൾ മാത്രം വരാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, ചോരയിൽപ്പെട്ട, ജീവനിൽപ്പെട്ട, തറവാട്ടിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹുവേ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണേ. സുന്നത്തിലേക്ക് അവരെ എല്ലാവരെയും ആകർഷിക്കണേ റബ്ബേ. ശിർക്കിൻ്റെ എല്ലാ വിധത്തിലുള്ള അംശങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കണേ. രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.